നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യൂ. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യൂ, അല്ലാത്ത പക്ഷം നിങ്ങൾ പരാജയപ്പെടും. ഹോംവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയും. ഇങ്ങനെയൊക്കെ നമുക്ക് പറയണമെങ്കിൽ ഒരുപാട് തരത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. പല ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ഇത് പറയാം. അതിലൊന്നാണ് ലെസ്റ്റ് ഷുഡ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിക്കാം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓർ എൽസ്, അല്ലെങ്കിൽ എന്ന് പറയില്ലേ, അതാണ്. അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ എന്നൊക്കെയാണ് അതിൻ്റെ മലയാളം മീനിങ്. ഇത് ഒരു കൺജങ്ഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നല്ലേ? അങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ സംതിങ് ബാഡ് മൈറ്റ് ഹാപ്പൻ, എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കും. അപ്പോൾ നമ്മൾ ഒരാളോട് സജസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യൂ എന്ന്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. കഠിനാധ്വാനം ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഇത് ലെസ്റ്റ് ഷുഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പറയുന്നത്? വർക്ക് ഹാർഡ് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ. ഇവിടെ യു ഷുഡ് ഫെയിൽ. ഇപ്പോൾ ഓർ എൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓർ എൽസ് യു വിൽ ഫെയിൽ എന്നൊക്കെയാണ് പറയുന്നത്. വിൽ, വുഡ്, ഷാൽ ഒക്കെയാണ് ഓർ എൽസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഷുഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. അവനോട് സംസാരിക്കല്ലേ, അവൻ നിങ്ങളെ അടിക്കും. ഡോണ്ട് ടോക്ക് ടു ഹിം ലെസ്റ്റ് ഹി ഷുഡ് സ്ലാപ്പ് യു. അപ്പോൾ സെൻറ്റൻസ് പറയുക, അത് കഴിഞ്ഞാൽ ലെസ്റ്റ്, സെൻറ്റൻസ് പ്ലസ് ലെസ്റ്റ്. അത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റാണ്, പിന്നെ ഷുഡ്. അത് കഴിഞ്ഞാൽ വേർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. വർക്ക് ഹാർഡ് അതാണ് സെൻറ്റൻസ്. അത് കഴിഞ്ഞിട്ട് ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ. യു എന്നത് ലെസ്റ്റ് കഴിഞ്ഞിട്ട് യു സബ്ജക്റ്റ്, ഷുഡ്, പിന്നെ യു ഷുഡ് ഫെയിൽ എന്നല്ലേ. ഫെയിൽ എന്നത് വേർബിൻ്റെ V1 ഫോമാണ്. ഇത് സബ്ജക്റ്റീവ് മൂഡിലുള്ളൊരു സെൻറ്റൻസാണ്. നമ്മൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണിത്. നമ്മൾക്ക് ഉറപ്പൊന്നുമില്ല, എങ്കിലും നമ്മളങ്ങനെ ഡൗട്ട് ചെയ്യുന്നു, എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ സംഭവിച്ചാലോ എന്ന്. അതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഷുഡ് ഉപയോഗിക്കുന്നത്. വാക്ക് ഫാസ്റ്റ് സോ ദാറ്റ് യു ഡു നോട്ട് ഗെറ്റ് ലേറ്റ്. വാക്ക് ഫാസ്റ്റ്, വേഗം നടക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ലേറ്റ് ആവാതിരിക്കാൻ. ഇവിടെ നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ നമുക്ക് ലെസ്റ്റ് എങ്ങനെ ഉപയോഗിക്കാം? വാക്ക് ഫാസ്റ്റ് ലെസ്റ്റ് യു ഷുഡ് ഗെറ്റ് ലേറ്റ്. യു ഡു നോട്ട് ഗെറ്റ് ലേറ്റ് എന്ന ആ ഒരു ഫോം മാറ്റി യു ഷുഡ് ഗെറ്റ് ലേറ്റ് എന്ന് ആക്കി മാറ്റുന്നു. അത്രയേ ഉള്ളൂ. മീനിങ് ഒന്ന് തന്നെയാണ്. ഐ എൻറ്റേർഡ് ദ റൂം സൈലൻ്റ്ലി സോ ആസ് നോട്ട് ടു ഡിസ്റ്റർബ് ദ സ്ലീപ്പിംഗ് ബേബി. ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ ശല്യപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടി ഐ എൻറ്റേർഡ് ദ റൂം സൈലൻ്റ്ലി, വളരെ നിശബ്ദമായിട്ട് സൈലൻ്റായിട്ട് ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു സെയിം സെൻറ്റൻസ് സെയിം മീനിങ്ങിൽ തന്നെ നമുക്ക് ലെസ്റ്റ് ആൻഡ് ഷുഡ് ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഐ എൻറ്റേർഡ് ദ റൂം സൈലൻ്റ്ലി ലെസ്റ്റ് ഐ ഷുഡ് ഡിസ്റ്റർബ് ദ സ്ലീപ്പിംഗ് ബേബി. അതുപോലെ തന്നെ ഇഫ് യു ഡു നോട്ട് വർക്ക് ഹാർഡ്, ഇഫ് യു ഡു നോട്ട് വർക്ക് ഹാർഡ്, നിങ്ങൾ നന്നായി പരിശ്രമിച്ചില്ലെങ്കിൽ യു വിൽ സ്കോർ ലെസ്, നിങ്ങൾക്ക് മാർക്കൊക്കെ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇഫ് യു ഡു നോട്ട് വർക്ക് ഹാർഡ് യു വിൽ സ്കോർ ലെസ്. ഇതിൻ്റെ സെയിം മീനിങ്ങിൽ തന്നെ നമുക്ക് ലെസ്റ്റ് ഉപയോഗിക്കാം. വർക്ക് ഹാർഡ് ലെസ്റ്റ് യു ഷുഡ് സ്കോർ ലെസ്. ഹി ഹറീഡ് ടു ഫിനിഷ് ഹിസ് വർക്ക് ലെസ്റ്റ് ഹിസ് ബോസ് ഷുഡ് സ്കോൾഡ് ഹിം. ഹി ഹറീഡ് ടു ഫിനിഷ് ഹിസ് വർക്ക്. വർക്ക് തീർക്കാൻ വേണ്ടി വേഗം തിരക്ക് പിടിച്ചു. ഹി ഹറീഡ് ടു ഫിനിഷ് ഹിസ് വർക്ക് ലെസ്റ്റ് ഹിസ് ബോസ് ഷുഡ് സ്കോൾഡ് ഹിം. അതല്ലെങ്കിൽ എന്താ? അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുന്നത്? ഹിസ് ബോസ് ഷുഡ് സ്കോൾഡ് ഹിം. അദ്ദേഹത്തിൻ്റെ ബോസ് അദ്ദേഹത്തെ വഴക്കു പറയും. ദേ ഡിസൈഡഡ് ടു ലീവ് ഏർലി ലെസ്റ്റ് ദേ ഷുഡ് മിസ് ദ ട്രെയിൻ. ദേ ഡിസൈഡഡ് ടു ലീവ് ഏർലി. നേരത്തെ പുറപ്പെടാൻ അവർ തീരുമാനിച്ചു. കാരണം എന്താ? ലെസ്റ്റ് ദേ ഷുഡ് മിസ് ദ ട്രെയിൻ. അതല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അവർക്ക് ട്രെയിൻ മിസ്സാവും. റീഡ് റെഗുലർലി ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ. റെഗുലറായിട്ട് പതിവായിട്ട് വായിക്കൂ, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നിങ്ങൾ പരാജയപ്പെടും. വാക്ക് കെയർഫുള്ളി ലെസ്റ്റ് യു ഷുഡ് ഫോൾ ഡൗൺ. കെയർഫുള്ളായിട്ട് നടക്കൂ, സൂക്ഷിച്ച് നടക്കൂ, അല്ലാത്ത പക്ഷം അല്ലെങ്കിൽ നിങ്ങൾ വീഴും.
ഡോണ്ട് സിറ്റ് ദർ ലെസ്റ്റ് യു ഷുഡ് ഫോൾ ഡൗൺ. അവിടെ ഇരിക്കല്ലേ, നിങ്ങൾ വീഴും എന്നാണ് അവിടെ പറയുന്നത്. ഇതൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്, ഒരു സജസ്റ്റ് ചെയ്യുന്നതാണ്, ഒരു കാര്യം, ബാഡായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി. ഐ വിൽ ടെൽ ഹിം എഗെയിൻ ലെസ്റ്റ് ഹീ ഷുഡ് ഫോർഗെറ്റ്. ഞാൻ അവനോട് വീണ്ടും പറയും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ മറന്നു പോകും. അപ്പം മറന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐ വിൽ ടെൽ ഹിം എഗെയിൻ. ഐ വിൽ ടെൽ ഹിം എഗെയിൻ ലെസ്റ്റ് ഹീ ഷുഡ് ഫോർഗെറ്റ്. ഗോ ഫാസ്റ്റ് ലെസ്റ്റ് യുവർ ഫാദർ ഷുഡ് കം. വേഗം പോകൂ, അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഫാദർ വരും. കവർ യുവർ ഫേസ് ലെസ്റ്റ് സംവൺ ഷുഡ് സീ യു. കവർ യുവർ ഫേസ് ലെസ്റ്റ് സംവൺ ഷുഡ് സീ യു. നിങ്ങളുടെ ഫേസ് കവർ ചെയ്യൂ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കാണും. അപ്പോൾ ലെസ്റ്റ് ഷുഡ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ.